ഇത്തവണ കോഴിക്കോട് നോർത്തിൽ UDF വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റമാണ്, ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റവുമാണ്. ഇത്തവണ കോഴിക്കോട് നോർത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് K ജയന്താണ്. ജയന്തിനെ സംബന്ധിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. ജയന്ത് കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കോഴിക്കോട് നോർത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ? കോഴിക്കോട് നോർത്ത് ഒരു വലിയ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുക. കാരണം കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടതുമുന്നണിയുടെ MLA-മാരാണ് ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ളത്. ആ 20 വർഷത്തിൽ 15 വർഷവും കോഴിക്കോട് മാത്രമല്ല കേരളത്തിൻ്റെ ഭരണം ഇടതുമുന്നണിക്കായിരുന്നു. ഈ 15 വർഷത്തെ ഭരണം ഉണ്ടായിട്ടും 20 കൊല്ലം ഇവിടെ നിന്ന് MLA-മാരെ തിരഞ്ഞെടുത്തിട്ടും അതോടൊപ്പം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണം 45 വർഷം ഉണ്ടായിട്ടും ഈ കോഴിക്കോട് നഗരത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങളിൽ പോലും ഒന്ന് തൊട്ട് തലോടാൻ പോലും ഈ MLA-മാർക്കോ ഇടതുമുന്നണിയുടെ ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല. ഈ നഗരം ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടുക. ഇപ്പോൾ കാരപ്പറമ്പ് ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഭയപ്പാടോടുകൂടിയാണ് പോവുക. അരമണിക്കൂർ നേരത്തെ പോകും ലക്ഷ്യത്തിലെത്താൻ. എരഞ്ഞിപ്പാലത്ത് അതുപോലെ ഗതാഗത കുരുക്ക്. തൊണ്ടയാട് ആ വഴി പോവാതെയായി. അതിന് ബദലായി നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടാക്കിയ റോഡായിരുന്നു ബീച്ചിൽ നിന്ന് CWRMലേക്കുള്ള റോഡ്. ആ റോഡ് പകുതി മുറിഞ്ഞിരിക്കുന്നു. മാനാഞ്ചിറ വെള്ളിമാടുന്ന റോഡ് ഉമ്മൻചാണ്ടി 25 കോടി രൂപ അനുവദിച്ചതാണ്. അത് പാതി വഴിയിൽ നിർത്തപ്പെട്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഭരിച്ചു കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. അന്ന് ഉണ്ടായ റോഡാണ് ഇന്ന് താൽക്കാലികമായൊരു ഉദ്ഘാടനം പണി പൂർത്തിയാവാതെ ചെയ്തിട്ടുള്ളത്. അന്ന് 25 കോടി വെച്ചത്. അപ്പോൾ അടിസ്ഥാന മേഖല ആകെ തകർന്നിരിക്കുക. അതോടൊപ്പം ഈ നഗരത്തിലുള്ള ചെറുപ്പക്കാർ ഈ നഗരം വിട്ടു പോവുക. ഈ നഗരത്തിന് എന്തിൻ്റെ കുറവാണ്? ഏറ്റവും സ്നേഹമുള്ള മനുഷ്യർ, നല്ല ഏറ്റവും ലോകത്തിലെ തന്നെ നല്ല ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആളുകൾ കടന്നു വരുന്ന നഗരം, ചേർത്ത് പിടിക്കലിൻ്റെ നഗരം. ഇവിടെ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, എയർ കണക്ടിവിറ്റി ഉണ്ട്, റോഡുണ്ട്. എന്തുകൊണ്ടാണ് ഈ നഗരത്തിന് മുന്നോട്ട് വരാൻ സാധിക്കാത്തത്? ഇതൊക്കെ ഉണ്ടായിട്ടും ഈ നഗരം മുന്നോട്ട് പോകാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ IT മേഖലയിൽ ഏതാണ്ട് 10,000-ഓളം കുട്ടികൾ ഈ നഗരത്തിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ട്. ഇവിടെ സൈബർ പാർക്കുകൾ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പുരോഗമനാത്മകമായ ഒരു ചിന്തയുമായി പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ അതിൻ്റെ മുമ്പത്തെ തവണ ഇടതുമുന്നണിയുടെയൊക്കെ സ്ഥാനാർത്ഥികൾ അവതരിപ്പിച്ച പദ്ധതികളുണ്ട്. മൊബിലിറ്റി ഹബ്ബ് ഏറ്റവും വലിയ ഒന്നും നടന്നിട്ടില്ല. ഇതൊക്കെ എല്ലാ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ജനം ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുക. അതുമാത്രമല്ല 10 വർഷത്തെ കേരള ഭരണം ജനം എങ്ങനെയെങ്കിലും മാറണമെന്നുള്ള ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഞങ്ങളെക്കാൾ ആവേശത്തിലാണ് ജനം ഈ തെരഞ്ഞെടുപ്പ് തീയതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഒരു സംശയം എനിക്കില്ല. ഞാൻ ജനിച്ചു വളർന്ന നഗരമാണ്. നഴ്സറി കാലം മുതൽ സ്കൂളും കോളേജുകളും ഒക്കെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഈ നഗരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10-50 വർഷക്കാലം ജീവിച്ച ഈ മണ്ണിൻ്റെ മകനാണ് ഞാൻ. എന്നെ 2 കൈ നീട്ടി നഗരം സ്വീകരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അപ്പോഴും എതിർവശത്ത് നോക്കിക്കഴിഞ്ഞാൽ തോട്ടത്തിൽ രവീന്ദ്രൻ സിറ്റിംഗ് MLA ആണ്, മറ്റൊന്ന് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ് നവ്യ ഹരിദാസ്. ഇവരൊക്കെ വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ആ ഒരു സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മറ്റ് സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയാൻ ഞാനാളല്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ നഗരം എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വലിയ ഭൂരിപക്ഷത്തിന് UDF ഇവിടെ വിജയിക്കും. ഈ ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നമ്മുടെ മുൻപിലുണ്ട്, ഒപ്പം തന്നെ ലോക്സഭ അതുപോലെ ആയിരിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 14,000-ലധികം വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. കോർപ്പറേഷൻ ഇലക്ഷൻ നേരത്തെ 6 കൗൺസിലർ ഉള്ളത് ഇന്ന് 11ആയി. 4-5 സീറ്റ് വളരെ ചെറിയ മാർജിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജനം വളരെ കൃത്യമായൊരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അതിനെയൊക്കെ മറികടന്ന് രാഷ്ട്രീയ വോട്ടുകൾ മാത്രമല്ല, ഈ കോഴിക്കോട് നഗരത്തിൽ എന്നോടൊപ്പം പഠിച്ച ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ, വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ളത് മാത്രമല്ല അല്ലാത്ത സുഹൃത്തുക്കളൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ജനം ആരുടെ കൂടെയാണ്. ഏറ്റവും അവസാനമായി, സംഘടനാ രംഗത്ത് പൊതുവെ കാർക്കശ്യക്കാരനായ ഒരു സംഘാടകനാണ് ജയന്ത്. അതിനപ്പുറത്തേക്ക് ഒരു ജനകീയനായ MLA-യിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഞാൻ എടുക്കുന്ന ജോലിയോട് 100% ആത്മാർത്ഥത പുലർത്തുക എന്നുള്ള ഈ നാട്ടിലെ ജനം എന്നെ തിരഞ്ഞെടുത്താൽ അത് തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് വോട്ട് ചെയ്ത ഒരു മനുഷ്യനും ഇവന് വോട്ട് ചെയ്തു പോയല്ലോ എന്നാലോചിച്ച് തല കുനിക്കേണ്ടുന്ന ഒരു ഗതികേട് എൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു മാത്രമല്ല 24/7 ഈ നാടിനു വേണ്ടി മുന്നണിയിൽ ഞാൻ ഉണ്ടാകും. എന്തായാലും മെയ് 4 ആകുമ്പോഴത്തേക്ക് താങ്കളുടെ പ്രതീക്ഷകൾ പൂവണിയട്ടെ എന്ന് ആശംസിക്കാം. താങ്ക് യു.
കെ ജയന്താണ് ഒരു മികച്ച സംഘാടകനാണ് അദ്ദേഹം ആദ്യമായി മത്സരരംഗത്ത് വരുമ്പോൾ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് ടി കെയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.